യെസ്, നമ്മുടെ ഡയബറ്റിക്കിനെ പറ്റി ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ തന്നു. ഇപ്പം നമ്മൾ ചെയ്യേണ്ട സിമ്പിൾ എക്സർസൈസുകളാണ്. ആദ്യമായിട്ട് ചില സിമ്പിൾ എക്സർസൈസ് കാണിക്കാം. നമ്മൾ മോർണിംഗ് വാക്കിന് ശേഷം ബോഡിയൊക്കെ ഒന്ന് വൈറ്റലായി ഒന്ന് ഫ്രഷായി അതിനുശേഷം ചെയ്യുന്ന ഇതാണ്. സിമ്പിളല്ല. 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 20 ടൈംസ് ചെയ്യുക. ഈ ഫിംഗറിന് നമുക്ക് എക്സസൈസ് കൊടുക്കുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും നമ്മൾ എക്സസൈസ് കൊടുക്കുക. അതുകൊണ്ടാണെന്ന് രോഗപ്രതിരോധം ഉണ്ടാകുക മാത്രമല്ല, നമുക്ക് ശരീരത്തിൻ്റെ ഭംഗി വരും, സൗന്ദര്യം വരും, എല്ലാം വരും. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ഓരോ ഫിംഗറിനും നമ്മൾ മസിൽസ് ഉണ്ട്. എല്ലാ ശരീര അവയവങ്ങൾക്കും മസിൽസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 7 8 9 10 അത് 20 ടൈംസ് ചെയ്യുക. അതിനുശേഷം പിന്നെയുള്ളത് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസാണ്. അതായത് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇങ്ങനെ കുനിഞ്ഞ് നടക്കില്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നടക്കാനായിട്ട് പ്രാപ്തി കിട്ടാൻ വേണ്ടിയാണ്. അത് ഇങ്ങനെ കൈ പിടിക്കുക, കൈ ഇങ്ങനെ ഉണ്ടെന്ന് പുറകിൽ മുട്ടുപാട്, അതായത് ഇതിനെ കാണിക്കാം. 1 1 2 3 4 5 ഈ കഴുത്തിലുള്ള സ്കിന്നിൻ്റെ നുറിച്ചിലും എല്ലാം പോയിട്ട് നല്ല നേരെ നിൽക്കാൻ തുടങ്ങും. നമ്മൾ ചില ഇങ്ങനെ കുനിയൊക്കെ പോലെ നല്ല സ്ട്രെങ്ത് ആയിട്ട് ലങ്സിന് കൂടുതൽ വായുസഞ്ചാരമൊക്കെ ഉണ്ടാകും. അത് നല്ലതായിട്ട് പ്രവർത്തിക്കണം. നട്ടല് നേരെ നിൽക്കും, നടുവേദനയൊന്നും ഉണ്ടാകത്തില്ല. സ്മാർട്ടാണ്, അതാണ് സിമ്പിളാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ആദ്യം 10 ചെയ്താൽ മതി, പിന്നെ 15 20 25 മതി. പിന്നെ ഉള്ളത് ഈ ഒരു ചെറിയ എക്സസൈസാണ്. അതുകൊണ്ട് ഈ ഹാർട്ട് അറ്റാക്കൊക്കെ വരുന്നതിന് അത് പ്രതിരോധിക്കുമെന്ന് പറയും. നമ്മുടെ ബ്ലഡ് വെസലിൻ്റെയൊക്കെ ബ്ലഡൊക്കെ നന്നായിട്ട് ഓടുകയും അത് ബെസ്റ്റാണ്. അത് സിമ്പിളാണ്. അത് സയൻറ്റിഫിക്കായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ ഒരാൾ കാണിച്ചത് ഞാൻ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് നല്ലതായിരിക്കും, ചെയ്ത് നോക്കൂ. അതായത് വളരെ സിമ്പിൾ എക്സസൈസുകളാണ്. ഒന്ന്, ഇങ്ങനെ കൈ പൊക്കിയിട്ട് ഇങ്ങനെ ഒളിപ്പിച്ചു 1 2 3 4 5 6 7 8 9 10 1 2 അങ്ങനെ 3 4 5 6 7 8 9 10 1 2 3 4 5 അതല്ല 1 2 3 4 5 6 7 8 9 10 പിന്നെ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 വാച്ചൊന്നും ഇരിക്കല്ലേ. ഓക്കെ, അത് കഴിഞ്ഞ് ഇതുണ്ടാണ്. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 പിന്നെ ഇതാണ് 1 2 3 4 5 6 7 8 9 10 ഇത്രയും ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ശരീരത്തിനൊരു നല്ല സുഖം കിട്ടാൻ തുടങ്ങും. ഓക്കെ, ഇത് മാത്രമല്ല, ഇനി അടുത്ത എക്സസൈസിൽ പോകുന്നത് നമ്മൾ കൈ രണ്ടിങ്ങനെ നേരെ പിടിക്കുക. 1 2 3 4 5 6 7 8 9 10 ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് 100 ടൈംസാണ് പെർ ഡേ. നിങ്ങൾ 10 20 25 ഇത് നമുക്ക് കൈയുടെ മരവിപ്പൊന്നും ഉണ്ടാകത്തില്ല. രക്തോട്ടമൊക്കെ കൂടിയിട്ട് സ്ട്രോങ് ആയിരിക്കും. ഒറ്റ കുത്തുക ഭയങ്കര പവറായിരിക്കും ഫിംഗറിനൊക്കെ. മുറിവ് നമ്മുടെ ബ്ലഡ് വെസലിനെ ടോട്ടലി ബാധിക്കുന്നതാണ്. രക്തോട്ടം കൂടിയിട്ട് കൈ മരയ്ക്കുക, വണ്ടി എത്ര ഓടിച്ചാലും കൈ ഒന്നും മരയ്ക്കുകയില്ല, എന്ത് ജോലി ചെയ്താലും കൈ ക്ഷീണിക്കുകയില്ല. ഓക്കെ, അതാണ് എൻ്റെ ഗുണം. പിന്നെ അടുത്തത് ഈ നമ്മുടെ ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം പുറകെ ഒരു ഡെസ്റ്റിനേഷൻ കണ്ടിട്ട് 1 2 3 4 5 6
7, 8, 9, 10. ഇത് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ അരക്കെട്ടിൻ്റെയൊക്കെ ഒരു മുറുക്കം ഫിസിക്ക് ശരിയാവും. നമുക്കൊരു ഒരു സ്റ്റെബിലിറ്റി കിട്ടും. നല്ല ഒരു എക്സസൈസാണ് അത് ചെയ്യാം. അതിനുശേഷം ഒരെണ്ണം കൂടെ ചെയ്യാം. ഈ എപ്പിസോഡിൽ അത്രേ ഉള്ളൂ. അതായത് മുട്ട് ഇങ്ങനെ നിൽക്കുക, കാലടിപ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ കുനിയുക, എന്നിട്ട് ഇങ്ങനെ മുട്ട് തന്നെ കറക്കുക. കണ്ടോ? 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടുവേദനയില്ലാതെ, ഇപ്പം ഞാനിപ്പം പറഞ്ഞില്ലേ 64 കഴിഞ്ഞ് 65 വരിക. പക്ഷെ ഞാൻ കണ്ടു ചെയ്യുന്നത് അത് സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ ആ കൂടെ ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് 2 എണ്ണം കൂടെ ഉണ്ട്. ഒന്ന് നമ്മുടെ ഈ അരക്കെട്ടിനുള്ള എക്സസൈസാണ്. രണ്ടാമത് നമ്മുടെ ഈ നടു വെട്ടാതിരിക്കാൻ വേണ്ടി ഒരു എക്സസൈസ്. രണ്ടും അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഈ ചെയ്തത് നിങ്ങൾ ശ്രദ്ധയോടെ 1 പ്രാവശ്യം വീഡിയോ കാണുക, എന്നിട്ട് ചെയ്ത് പഠിക്കുക. ഇത് നമ്മൾ 3-4 എപ്പിസോഡായിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ഡയബറ്റിക്കോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും ഒരു ഭയപ്പെടേണ്ട കാര്യമില്ലാതായിട്ട് മാറും. നിങ്ങളൊരു ഹെൽത്തി മാനായിട്ട് മാറും. അങ്ങനെ ഞാൻ ജിമ്മിലൊന്നും പോകുന്നില്ല, പക്ഷെ നല്ല ഐഡിയൽ ബോഡിയല്ലേ, സ്ട്രോങ് അല്ലേ. അത് നമ്മുടെ ഈ എക്സസൈസും ഓക്കെ. പിന്നെ ഞാൻ ഓപ്പൺ ഇതില്ല ചെയ്യുന്നത്, ഓപ്പൺ എയറിലാണ് ചെയ്യുന്നത്. ഇൻഡോറിലും ചെയ്യാം. പക്ഷേ ഓപ്പൺ എയർ ചെയ്യുമ്പോൾ ഗുണം ഈ കാറ്റൊക്കെ ഇങ്ങനെ ബോഡി അടിക്കുന്ന നല്ല സുഖമാണ് അല്ലേ. മോർണിംഗ് എനിക്ക് ഒന്നും എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ സമയമായിട്ടാണ് മാറുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. അപ്പം ഡയബറ്റിക് പ്രഷർ ഉള്ളവർ ശ്രദ്ധിക്കുക, ഭക്ഷണം നിയന്ത്രിക്കണം. യു മസ്റ്റ് ഡു സം എക്സസൈസ്, യു മസ്റ്റ് ഡു സം വോക്ക്. നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഒരു വൈറ്റലായിട്ടുള്ള ഒരു പ്രവർത്തനം കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല ഉന്മേഷവാനായിരിക്കും, യൗവനക്കാരനായിരിക്കും, വീണ്ടും വീണ്ടും ചെറുപ്പമാവും. ഇപ്പോൾ സിനിമാടന്മാരൊക്കെ ഇങ്ങനെ യൗവനക്കാരായിട്ട് 74 വയസ്സുള്ള ആളും 66 വയസ്സുള്ള ആളൊക്കെ നടക്കുന്നുണ്ടല്ലേ. അവരൊക്കെ പണം മുടക്കി ഭയങ്കര മരുന്നും ആയുർവേദമൊക്കെ കഴിച്ച് എക്സസൈസ് ചെയ്തൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് എക്സസൈസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫ്രീ ഓപ്പൺ എയറിൽ അല്പം നടക്കുന്നു മാത്രമേ ഉള്ളൂ, ഭക്ഷണം കുറയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. അടിപൊളി ലൈഫായിട്ടുള്ളൂ എന്നല്ലേ. അതുപോലെ നമുക്ക് എല്ലാവർക്കും ആകാം. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. പ്രൈസ് ദി ലോർഡ്.